കേരളത്തിൽ മില്ലറ്റ് കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് പലർക്കും അറിയില്ല. അട്ടപ്പാടിയിൽ 1962 ഒരു ഫോറസ്റ്റ് ആക്ട് വരുന്നതിന് മുമ്പ് അവിടെയുള്ള ആൾക്കാർ മുഴുവൻ കഴിച്ചിരുന്നത് റാഗി അല്ലെങ്കിൽ മറ്റുള്ള കോഡോ മില്ലറ്റ് അങ്ങനെയുള്ള ചെറിയ മില്ലറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ സ്വർഗം എന്ന് പറയുന്ന മണിച്ചോളം ഇതെല്ലാം അവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് ആക്ട് വന്നതോടുകൂടി ഇവരെ എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് പ്രത്യേകം ഊരുകളാക്കി മാറ്റിയതോടുകൂടിയാണ് അവിടുത്തെ മില്ലറ്റ്സിന്റെ കൃഷി കച്ചത്. അതിനുശേഷം അവിടെ ധാരാളം ഇൻഫന്റ് മോർട്ടാലിറ്റി, സിക്കിൾ സെൽ ഡിസീസസ്, അതുപോലെ മിസ്കാരേജ്, ഇങ്ങനെയുള്ള കുറേ ഹെൽത്ത് ഇഷ്യൂസ് അവിടെ ഉണ്ടായി. നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് അട്ടപ്പാടിയിലെ പട്ടിണി മരണം എന്നുള്ളത്. ഇപ്പൊ 2013-14 റീബിൽഡ് അട്ടപ്പാടി മീൻ വില്ലേജ് എന്നുള്ള ഒരു പേര് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മാനേജ്മെന്റ് ചെന്നൈ അവരും അതുപോലെ കുടുംബശ്രീയും കൂടെ ചേർന്നിട്ട് ഒരു വലിയൊരു പ്രോജക്റ്റ് അവിടെ കൊണ്ടുവന്നു. 2023 ഏകദേശം 7000 കിലോ മില്ലറ്റ് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചു. അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ആണ് അവരെ അതിന് സഹായിക്കുന്നത്. പ്രത്യേകിച്ചും ഈ നമ്മുടെ ഡോക്ടർ ഖദർവാലി പറയുന്നത് പോസിറ്റീവ് മില്ലറ്റ്സ് എന്ന് പറയുന്നതിന് തീർച്ചയായിട്ടും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ 5 മില്ലറ്റ് തന്നെയാണ് നമ്മുടെ അട്ടപ്പാടിയിലും കൃഷി ചെയ്യുന്നത്. അവിടെ പോസിറ്റീവ് മില്ലറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏകദേശം 5 to 12% ഫൈബർ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. ഡിസീസ് കൺട്രോൾ ചെയ്യാൻ നല്ലതാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ബജ്റായിലൊക്കെ omega-3 തന്നെ പ്രസന്റ് ചെയ്യാണ്. അതുപോലെ ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ, ശരീരത്തിലെ ഇൻഫ്ലമേഷൻ, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇങ്ങനെയുള്ള ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പ്രിവെന്റ് ചെയ്യാൻ നല്ലതാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്, അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നില്ല, ദഹിക്കാൻ കുറച്ച് സമയം എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സാവധാനം ദഹിക്കുന്നു. ധാരാളം വൈറ്റമിൻസും മിനറൽസും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡന്റ്സ് ഉണ്ട്, ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്കൊരു എന്താണ് സൂപ്പർ ഗ്രെയിൻ എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ എന്തും എനിത്തിങ് ഇൻ എക്സസ് ഇസ് പോയിസൺ എന്ന് പറയുന്നത് പോലെ എന്തും അമിതമായാൽ അതിനകത്ത് അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ ഇതിനകത്തുള്ള ഒരു ഫൈറ്റിക് ആസിഡ് ഉണ്ട്. നമ്മുടെ മില്ലറ്റ്സിനകത്തെല്ലാം ഫൈറ്റിക് ആസിഡ് പ്രസന്റ് ആണ്. അതെല്ലാം ശരിക്കും കുറച്ച് ചില മില്ലറ്റ്സ് ഗോയിട്രോജൻസ് ആണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പേൾ മില്ലറ്റ്. അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന സ്ഥലത്തെല്ലാം എൻഡമിക് ഗോയിറ്റർ കണ്ടു എന്നുള്ളത് സർവൈസ് ഉണ്ട്. പക്ഷെ സയന്റിഫിക്കലി അത് പ്രൂവ്ഡ് അല്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ അവിടെ അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട് എന്നുള്ളത് പറയുന്നില്ല. കുറച്ചൊക്കെ ഗോയിട്രോജൻസ് നമുക്കറിയാം, എല്ലാ പ്ലാന്റിനും കുറച്ച് ആന്റി ന്യൂട്രിയൻസ് ഉണ്ടാവും. പക്ഷെ ഇത് എങ്ങനെ നമുക്ക് കളയാമെന്നുള്ളതും കൂടെ നമ്മളൊന്ന് നോക്കണം. അത് നന്നായിട്ട് സോക്ക് ചെയ്ത് ആ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ പാചകം ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ഫൈറ്റിക് ആസിഡിന്റെ ഇത് നമുക്ക് കളയാനായിട്ട് സാധിക്കും. കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് പോകും. അതുകൊണ്ട് തന്നെ എന്ത് സാധനം നല്ലതാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് 3 നേരവും ഇത് കഴിക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ അയൺ അബ്സോർപ്ഷനെ ചിലപ്പോൾ കുറച്ച് ഹിൻഡർ ചെയ്യാം, കാൽഷ്യം അബ്സോർപ്ഷനെ ചിലപ്പോൾ ഹിൻഡർ ചെയ്യാം. അതുകൊണ്ട് പക്ഷെ നല്ലതാണ്, തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്, ഓവർ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. പിന്നെ ചിലതെല്ലാം നമ്മുടെ CVD അത് അല്ലെങ്കിൽ ആത്രോസ്ക്ലെറോട്ടിക് കൊറോണറി വാസ്കുലർ ഡിസീസസ് അത് കൺട്രോൾ ചെയ്യാൻ പോലും നല്ലതാണ്. നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പ്രിവെന്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും ഒരു നേരമെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ എൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ ആഴ്ച ഒരാൾ ചോദിച്ചു, മില്ലറ്റിന്റെ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡയബറ്റിക്സ് മാറ്റാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഡയബറ്റിക് എന്ന് പറഞ്ഞ അസുഖം നമുക്കറിയാം, അത് മാറ്റാൻ സാധിക്കില്ല പൂർണ്ണമായിട്ട്. നമുക്കതിനെ നിയന്ത്രിച്ച് നിർത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ജനറ്റിക് പ്രോബ്ലം കൊണ്ടും മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഡയബറ്റിക്സ്. അപ്പൊ അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഘടകമാണ് മില്ലറ്റ്സിലുള്ളത്. അതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് നിയന്ത്രിക്കുന്നതോടെ നമുക്ക് ആ ഒരു ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഏത് ആഹാരമാണെങ്കിലും വാരി വലിച്ച് കഴിക്കുന്നവർക്ക് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഇതിനകത്ത് കാലോറിഫിക് വാല്യൂസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിയന്ത്രണാതീതമായ രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കൂടാതെ ഇതിന്റെ ഫൈബർ വളരെ പ്രധാനമാണ്. നമുക്ക് ആമാശയത്തിന്റെ ഹെൽത്തിനായാലും ഗട്ട് ഹെൽത്തും ഗട്ട് മൈക്രോബയോം ഇതിനെല്ലാം സഹായിക്കുന്ന ഒരു കമ്പോണൻസ് ഈ മില്ലറ്റ്സിനകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ശീലമാക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യം ചെയ്യാൻ
കാണുന്നത്. പിന്നെ പോരാത്തതിന് സ്വർഗം എന്ന് പറയുന്ന ഒരു മില്ലറ്റ് വെറൈറ്റി ഉണ്ട്. അത് മുളപ്പിച്ച് ഉപയോഗിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായ വസ്തുക്കളാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അത് മുളപ്പിച്ച് ഉപയോഗിക്കാൻ പാടില്ല, സ്വർഗം എന്ന് പറയുന്ന മില്ലറ്റ്. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളല്ല, ഇതെല്ലാം ഈ ബുക്കിനകത്ത് വളരെ ഭംഗിയായിട്ട് ഇതെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. സ്വർഗം എന്ന് പറയുന്ന മില്ലറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അത് മുളപ്പിക്കാൻ പാടില്ല. ബാക്കി മില്ലറ്റ്സ് ഒക്കെ നമുക്ക് മുളപ്പിച്ച് ഉപയോഗിക്കാം. മുളപ്പിച്ച് കഴിയുമ്പോൾ അതിന്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. അതിന്റെ അബ്സോർപ്ഷൻ റേറ്റ് ആയാലും അതിന്റെ ധാതു ലവണങ്ങളുടെ അവൈലബിലിറ്റി ആണെങ്കിലും വളരെയധികം കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, മില്ലറ്റ് ഇയർ വന്നതോടുകൂടി തന്നെ എല്ലാവരും മില്ലറ്റിലേക്ക് തിരിയാണ്. പക്ഷെ ഇതിന്റെ കോസ്റ്റ് ആണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പാവപ്പെട്ട ആൾക്കാർക്ക് മില്ലറ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നുള്ളത്. കാരണം 1 കിലോ അരിയും 1 കിലോ മില്ലറ്റും കമ്പയർ ചെയ്യുകയാണെങ്കിൽ മില്ലറ്റിന് കോസ്റ്റ് കൂടുതലാണ്. നിങ്ങൾക്ക് കൂരക എടുത്താൽ കൂരകാണെന്ന് തോന്നുന്നത് ഏറ്റവും കോസ്റ്റ് കുറവുള്ള മില്ലറ്റ്. പക്ഷെ അതിന്റെ മറ്റ് ഘടകങ്ങൾ കൺസിഡർ ചെയ്താൽ മില്ലറ്റ് ഇപ്പൊ ഇന്നത്തെ രീതിയിൽ കോസ്റ്റ്ലി ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു മിഡിൽ ക്ലാസ് ആൻഡ് അപ്പർ മിഡിൽ ക്ലാസ് സെക്ടറിന് മാത്രമേ ഇന്ന് മില്ലറ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അതിന്റെ ചെറിയ ധാന്യങ്ങളായതുകൊണ്ട് അതിന്റെ പ്രോസസ്സിങ് രീതികളും കുറച്ച് ശ്രദ്ധിക്കുന്നതായതുകൊണ്ട് മാത്രമാണ് നമുക്ക് അതിനെ തീരെ വില കുറച്ച് വിപണിയിൽ എത്തിക്കാൻ സാധിക്കാത്തത്. പക്ഷെ ഇതുപോലുള്ള നല്ല പ്രൊഡ്യൂസേഴ്സ്, നല്ല പ്രോസസ്സിംഗ് ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ധാരാളമായിട്ട് മില്ലറ്റ്സ് വില കുറഞ്ഞ രീതിയിൽ നിരത്തിലെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ്. നമുക്ക് സ്റ്റീം ചെയ്ത് ഉപയോഗിക്കുന്ന രീതിയിലേക്കാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് കൂടുതലും ബേക്ക് ചെയ്ത ആഹാരം അല്ലെങ്കിൽ ചുട്ടത് അങ്ങനത്തെ സാധനങ്ങൾ, ഗ്രിൽഡ് ആയിട്ടുള്ള ആഹാരം, ഫ്രൈഡ് ഫുഡ്സിലേക്ക് പുറകെ പോവാണ്. അതുകൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം, എന്നാൽ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നിയന്ത്രിക്കുന്നതാണ് നല്ലത്. ഞാനൊരു 3 വർഷം മുന്നേ ഈ മില്ലറ്റ്സിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആസ് എ ഡയറ്റീഷ്യൻ പലരും വന്ന് ചോദിക്കും, മില്ലറ്റ് എന്താണ്, ഒരുപാട് ഉപകാരമാണെന്ന് പറയുന്നുണ്ടല്ലോ, മില്ലറ്റ് ഇയർ വരുന്നതിന് മുമ്പ് വരാൻ പോവാണല്ലോ, അപ്പൊ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. അന്നേരം എനിക്കും വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. റാഗി മാത്രം കുറുക്കിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, മക്കൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, അല്ലാതെ വലിയ വിവരം ഇല്ലായിരുന്നു. മില്ലറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് രുചി നമ്മൾ അരിയും ഗോതമ്പും ഉപയോഗിച്ച് വർഷങ്ങളായിട്ട് ജനിച്ചത് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ മില്ലറ്റ് കുറച്ച് ടേസ്റ്റ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ടേസ്റ്റ് കൊള്ളത്തില്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അത് നമ്മൾ ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ ഒരു ബുദ്ധിമുട്ടാവും. അതൊന്ന്. രണ്ടാമത് നമ്മൾ അറിയത്തില്ല എന്ത് ചെയ്യണമെന്നുണ്ട്. പലരും പറയും, ഞാൻ ചാലയിൽ നിന്ന് മില്ലറ്റ് മേടിച്ച് വെച്ചു, പക്ഷെ ഷെൽഫിൽ ഇരുന്ന് പൂത്തതെടുത്ത് കളഞ്ഞു, എന്താ ചെയ്യണമെന്ന് അറിയില്ല. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പലതരം മില്ലറ്റ്സ് ഉണ്ട്. റാഗി ഉണ്ട്, ചാമയുണ്ട്, അങ്ങനെ പല ടൈപ്സ് ഓഫ് മില്ലറ്റ്സ് ഉണ്ട്. എല്ലാം നമ്മൾ പൊടിയായിട്ട് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും മില്ലറ്റ് ആയിട്ട്, അങ്ങനെ എന്താണ് ഹോൾ ഗ്രെയിൻ ആയിട്ട് വാങ്ങിച്ച്, നമ്മളിപ്പോ ഗോതമ്പ് വാങ്ങിച്ച് പൊടിപ്പിക്കത്തില്ലേ, അതുപോലെ നമ്മൾ മില്ലറ്റ് മേടിച്ച് നമ്മൾ കുതിർത്തിട്ട് ദോശയോ അപ്പോ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വീട്ടില് നമ്മളിപ്പോ അരി 3-1 ഉഴുന്നിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ 3 അരിക്ക് പകരം 2 അരിയും 1 ഗ്ലാസ് ഏതെങ്കിലും ഒരു മില്ലറ്റ് ഇടുക. എല്ലാ മില്ലറ്റ് ഇട്ട് നമുക്ക് ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കാം. അപ്പൊ 2 ഗ്ലാസ് അരി ഇടുമ്പോൾ 1 ഗ്ലാസ് മില്ലറ്റ് ഇടുക. അതൊരു ഫസ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാം. അന്നേരം കളർ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസം വരത്തില്ല. കാരണം അരി ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് മില്ലറ്റിന് നമുക്ക് അത്രയും ഒരു ടേസ്റ്റിന് വ്യത്യാസം വരത്തില്ല, നമുക്ക് കാണാനും വലിയ വ്യത്യാസം വരത്തില്ല. പിന്നെ പതുക്കെ വീട്ടിലുള്ളവർക്കൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ 2 മില്ലറ്റും പിന്നെ 1 ഗ്ലാസ് അരിയ, അങ്ങനെ മില്ലറ്റിന്റെ ഡോമിനേഷൻ കൂട്ടിക്കൊണ്ടുവരിക. അതാണ് ഒരു മെത്തേഡ് ഞാൻ പേഴ്സണലി ട്രൈ ചെയ്തതാണ്. അപ്പൊ ആദ്യമൊക്കെ റാഗിയുടെ അപ്പം ഉണ്ടാക്കുമ്പോൾ കറുത്തിരിക്കുക അല്ലെങ്കിൽ ബ്രൗൺ കളറിൽ ഇരിക്കും. വീട്ടിലെല്ലാവർക്കും പൊതുവെ നമുക്ക് വെളുപ്പാണല്ലോ ഇഷ്ടം. അപ്പൊ ആർക്കും വെള്ളയൊക്കെ മതി, ഇത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വീട്ടില് എനിക്ക് 2 ആൺകുട്ടികളാണ്. അവരൊക്കെ പിന്നെ റാഗി അപ്പം മതി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വന്നു. കാരണം അത്രയും ടേസ്റ്റ് ക്രിസ്പി ആയിരിക്കും. കാരണം ഇതിന്റെ ഈ ഫൈബർ കാരണം തന്നെ അതിന് ഫെർമെന്റ് ചെയ്യാൻ എളുപ്പമാണ്. പെട്ടെന്ന് നമ്മൾ അരച്ചു വെച്ചാൽ അടുത്ത ദിവസം നന്നായിട്ട് പൊങ്ങി വരും. അപ്പൊ നമുക്ക് അപ്പം ആണെങ്കിലും ദോശ ഇഡലിയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് നല്ല രുചികരമായിട്ടുള്ളത് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരേ ഒരു കാര്യം, നമ്മളെ കറക്റ്റ് രീതിയിലുള്ളത് പഠിക്കണം. അപ്പൊ അതിന് നമുക്ക് എല്ലാ റെസിപ്പീസും ഇത്ര എളുപ്പത്തിൽ പഠിക്കാൻ പറ്റില്ല. ഇതുപോലെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ എനിക്ക് അല്ലെങ്കിൽ തലേദിവസം രാത്രി ഒന്ന് ബുക്ക് തുറന്ന് നോക്കുക, കുതിരാനിടുക, അടുത്ത ദിവസം നമുക്ക് അരച്ച് പല സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഒരു കാര്യം, ഇതുപോലെ സോക്ക് ചെയ്യുക, ബാക്കി ഗ്രെയിൻസിന്റെ കൂടെ കമ്പൈൻ ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്ത് ധാന്യമാണെങ്കിലും നമ്മൾ റോസ്റ്റിംഗ്, അതായത് വെറുതെ ചട്ടിയിലിട്ട് വറുക്കുക. റോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ടേസ്റ്റ് കൂടും, ബയോ അവൈലബിലിറ്റി നമ്മുടെ ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യുന്നതിന്റെ അബ്സോർപ്ഷൻ റേറ്റ് കൂടും, പിന്നെ കാണാനും ഭംഗിയായിരിക്കും. അങ്ങനെ എല്ലാം കണ്ടും എന്തെങ്കിലും ഒരു പ്രോസസ്സിംഗ് നാച്ചുറൽ ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രോസസ്സിംഗ്, റോസ്റ്റിംഗ് ഒരു മെത്തേഡാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, റാഗി മാൾട്ട് എന്ന് പറഞ്ഞാൽ റാഗി മുഴുവനായിട്ട് എടുത്ത്
കുതിർത്തിട്ട് അതിനെ മുളപ്പിക്കും. നമ്മള് പയർ മുളപ്പിക്കുന്ന പോലെ മുളപ്പിച്ചതിന് ശേഷം അതിൽ വറുത്ത് പൊടിക്കുന്നതിനെയാണ് നമ്മൾ റാഗി മാൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ റാഗി മാൾട്ട് എന്ന് പറയുന്നതും ഈ പ്രോസസ്സിങ് നാച്ചുറലി ഉള്ള പ്രോസസ്സിങ്ങിൽ അതിന്റെ ടേസ്റ്റും ബെറ്റർ ആവും, ന്യൂട്രീഷൻ ക്വാളിറ്റീസും ബെറ്റർ ആവും. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ പ്രോസസ്സിങ് നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പലതരം പ്രോഡക്ട്സ് കിട്ടും. അതുപോലെ തന്നെ പലതരം വെറൈറ്റി. സാധാരണ എല്ലാവരും പറയും ഈ അരിയിൽ എന്നും ഇഡ്ഡലിയും ദോശയും കഴിച്ച് ബോറടിച്ചു. പക്ഷെ പലതരം മില്ലറ്റ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ പല കോമ്പിനേഷനിൽ ചെയ്യുവാണെങ്കിൽ ഒരു മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ 30 ദിവസം 30 ഡിഫറെന്റ് റെസിപ്പീസ് വീട്ടിലുണ്ടാക്കി വീട്ടിൽ തന്നെ ഒരു ഹോട്ടലിന്റെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഓൾ വി നീഡ് ഈസ് ആ ഒരു പേഷ്യൻസ് വേണം, കുറച്ച് ട്രൈ ചെയ്യാനുള്ള ഒരു ഇഷ്ടം വേണം. ഇപ്പൊ എല്ലാവർക്കും എന്താണ്, ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ സാധനം വരും അല്ലെ. അപ്പൊ എല്ലാവരും അതിനാണ് മിക്കവാറും യങ്സ്റ്റേഴ്സ്, ഇവിടെ ആരും അങ്ങനെ ചെയ്യുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ യങ്സ്റ്റേഴ്സ് അങ്ങനത്തെ ഒരു ജനറേഷനിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും കുക്കിങ്ങില് നമ്മള് ഈ ശരിക്കും സെൻ ബുക്സിൽ പറയുന്നത് കട്ടിംഗ് ഷോർട്ട് പ്രോസസ് ഓഫ് കുക്കിംഗ്, അതായത് നമ്മൾ ഫുഡ് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും നമ്മുടെ അടുത്തോട്ട് വരുന്ന വായിക്കകത്തോട്ട് വരുന്നതിന്റെ ഇടയ്ക്കുള്ള പ്രോസസ്സ് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ, അതായത് പാചകം എന്ന് പറഞ്ഞാൽ അതിൽ വൺ ഓഫ് ദ പ്രോസസ്സാണ്. കട്ടിങ് തോറും വി ആർ കട്ടിങ് ദ പ്ലഷേഴ്സ് ഓഫ് അവർ ലൈഫ് എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാനൊക്കെ മൈൻഡ്ഫുള്ളി ഈറ്റിംഗ് എൻകറേജ് ചെയ്തിട്ട് ആളാണ്. അപ്പൊ എന്തായാലും നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അതിന് ഡെഫിനറ്റ്ലി ഒരു സന്തോഷം വരും. പിന്നെ മില്ലറ്റിലൂടെ സിന്ധുവിനൊക്കെ എടുത്തിട്ട് ഹോട്ടലിൽ പോരും എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഇൻ കേസ് പുറത്ത് പോയി കഴിക്കുവാണെങ്കിൽ ഇതുപോലത്തെ ഹെൽത്ത് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കും. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് മില്ലറ്റ്സ് മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് മില്ലറ്റ്സിന്റെ ഏകദേശം 180-ലധികം പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരാളും കൂടിയായ 2023 ഇന്റർനാഷണൽ മില്ലറ്റ് ഇയർ ആയി പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ ഖാദർ വാലി കഴിഞ്ഞ ആഴ്ചയും സാർ വന്നിട്ടുണ്ടായിരുന്നു. സാറിന്റെ പുസ്തകങ്ങളിലൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് 154 തരം അസുഖങ്ങൾക്ക് മില്ലറ്റ് ഒരു പരിഹാരമാണെന്ന്. അതെങ്ങനെ കഴിക്കണം, അതിന്റെ പോസിറ്റീവ് മില്ലറ്റ്സിനെ കുറിച്ചും അതിന്റെ വശങ്ങളെ കുറിച്ചും മാം പറഞ്ഞു. എനിക്കിവിടെ ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉമാ ബാകല്യാണി മാഡം പറഞ്ഞതിലാണ്. ഒരു ഗ്ലാസ് മില്ലറ്റ്സ് എടുക്കുകയും 2 ഗ്ലാസ് അരി ചേർക്കുകയും ഉഴുന്ന് ചേർത്ത് മില്ലറ്റ്സിൽ നമ്മൾ ആഹാരം ഉണ്ടാക്കുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ മില്ലറ്റ്സ് കഴിക്കേണ്ടി വരുന്നത്? അത് ഒരിക്കലും പാടില്ല. മില്ലറ്റ്സ് നമ്മൾ കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ അത് മില്ലറ്റ്സ് മാത്രം കഴിക്കുക. ഒരു മില്ലറ്റ്സുകൾ ഒരിക്കലും തമ്മിൽ കൂട്ടിച്ചേർത്ത് കലർത്തുകയോ മില്ലറ്റ്സ് മറ്റൊരു ധാന്യമായി ചേർത്ത് കഴിക്കാനോ പാടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ 5 വർഷമായി ഞങ്ങളൊക്കെ പഠിച്ചു വന്നത്. ഡോക്ടർ ഖാദർ വാലി ഇന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ച് പറയുന്നത് അത് തന്നെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. ഞങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുവാണ്, ഒരു കാരണവശാലും മില്ലറ്റുകൾ തമ്മിൽ മിക്സ് ചെയ്യുകയോ മില്ലറ്റ് അരിയുടെ കൂടെയോ ഗോതമ്പിന്റെ കൂടെയോ മിക്സ് ചെയ്ത് കഴിക്കാനേ പാടില്ല. അരിയേക്കാളും ഗോതമ്പിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് മില്ലറ്റ് കഴിക്കാനായിട്ട്. ഇപ്പം മാം നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ പോകുന്നത് ഒന്ന് നോക്കിക്കോ. മാർക്കറ്റിങ്ങിന്റെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന ഒരു വിഷയമല്ല. ഇത് ജോവാർ എന്ന് പറയുന്ന മില്ലറ്റിനെ കുറിച്ചുകൂടെ പറഞ്ഞു. ആ ജോവാറിന്റെ അവല് ഇത് വിളയിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് ഒരാഴ്ച നമുക്ക് ഇങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റൊക്കെ. നമുക്കോ നമ്മുടെ കുട്ടികൾക്കോ രാവിലെയോ വൈകുന്നേരമോ എപ്പോഴെങ്കിലും ചായ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഒരു സ്നാക്സ് ആയിട്ട് നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ റെഗുലർ ഫുഡിൽ നമ്മുടെ അരി മാക്സിമം നമ്മൾ ഒഴിവാക്കുകയും ഗോതമ്പ് 2 നേരം കൊണ്ടുവരികയും 5 പോസിറ്റീവ് മില്ലറ്റുകളിൽ ഏതെങ്കിലും ഒരു മില്ലറ്റ് ഒരു ദിവസം 2 പ്രാവശ്യം കഴിക്കുകയും, അതായത് ഓരോ അസുഖങ്ങൾക്കും ഓരോ മില്ലറ്റ് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. സിന്ധു ചേച്ചി പറഞ്ഞത് ശരിയാണ്. നമ്മൾ മില്ലറ്റ്സ് തമ്മിൽ മിക്സ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ അത് തന്നെ കഴിക്കുന്നതാണ് എപ്പോഴും അതിന്റെ പോഷക ഗുണം കിട്ടാൻ നല്ലത്. പക്ഷെ ഇത് ഫസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എല്ലാവരും എപ്പോഴും ഇതിനോട് എന്താ പറയാ അംഗീകരിക്കണമെന്നില്ല. അതൊരു വലിയ പോയിന്റ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഒത്തിരി പേഷ്യൻസിനെ കാണുന്നുണ്ട് ചേച്ചി. ഇപ്പൊ നമ്മള് ഒരു മില്ലറ്റ് കഫേയിൽ കഴിക്കാൻ വരുന്നവർ തീർച്ചയായിട്ടും മില്ലറ്റ്സ് തന്നെ ഉള്ള ഫുഡ് കൊടുത്താൽ കഴിക്കാൻ തയ്യാറായിരിക്കും. പക്ഷെ ഒരു പേഷ്യന്റിനെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ഒരിക്കലും അവര് ഫുള്ളായിട്ട് മില്ലറ്റിലോട്ട് മാറാൻ ആദ്യം താല്പര്യപ്പെടില്ല. ഒന്നാമത് അതിന്റെ ടേസ്റ്റ് തന്നെയാണ്. രണ്ടാമത് ഇപ്പൊ അരി ഗോതമ്പൊക്കെ നമുക്ക് റെഡിലി അവൈലബിൾ ആണ്. മില്ലറ്റ് ആണെങ്കിൽ നമ്മൾ വാങ്ങി കഴുകി പൊടിച്ചൊക്കെ എടുക്കാൻ പറയുമ്പോൾ അതിലൊരു ബുദ്ധിമുട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, കുട്ടികൾ ഒത്തിരി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് വീട്ടിൽ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അവല് വിളയിച്ചത് അല്ലെങ്കിൽ ഈ പറയുന്ന നൂഡിൽസ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് അവരെ അട്രാക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇഡ്ഡലിയും ദോശയൊക്കെ കൊടുക്കുമ്പോൾ ആദ്യം നമുക്ക് കുറച്ചായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്രാക്ടിക്കലി ഞങ്ങൾ പോസിബിൾ ആയിട്ട് കണ്ടിട്ടുള്ളത്. അതായിരിക്കും ചേച്ചി ഉദ്ദേശിച്ചതെന്ന് വിചാരിക്കുന്നത്.
ഖാദംബാലി സാറിന്റെ എന്താ തൈക്കാട് ഒരു പ്രസംഗം കേൾക്കാൻ പോയിട്ടുണ്ട്. സാറിന്റെ അടുത്ത് നേരിട്ട് പോയി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ സാറ് ഇസ് ആൻ ആക്ടിവിസ്റ്റ്, മില്ലറ്റ് ആക്ടിവിസ്റ്റ് ആണ്. ഈ പറയുന്ന സിദ്ധുവും എനിക്ക് തോന്നുന്നത് മില്ലറ്റ് ആക്ടിവിസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അരിയും ഗോതമ്പും വേണ്ട, നമുക്ക് മില്ലറ്റ് മാത്രം മതിയെന്ന്. പക്ഷെ പ്രാക്ടിക്കലി ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. എത്ര പേര് ഞാനുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ട്? മില്ലറ്റ് നമുക്ക് 3 നേരം കഴിച്ച് എല്ലാ ദിവസവും മില്ലറ്റ് മാത്രം മതി, ചോറും ഗോതമ്പ് വേണ്ട എന്ന് പറയുന്നുണ്ടോ? ഇല്ല. ദാറ്റ് ഇസ് പ്രാക്ടിക്കലി വെരി ഡിഫിക്കൽട്ട്. അവർ പറയുന്നതാണ് മില്ലറ്റ് ആക്ടിവിസ്റ്റ്. അതായത് അവർ പറയുന്നത് മില്ലറ്റ് മാത്രമാണ് ഈ ലോകത്ത് ഏറ്റവും നല്ലത്, ബാക്കിയൊന്നും. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ആസ് എ ന്യൂട്രീഷനിസ്റ്റ് എല്ലാ ഗ്രെയിൻസും ഞാൻ ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഈ ഖാദർവല്ലി സാർ പറഞ്ഞപ്പോൾ സാർ പറയുന്നത് ഈ സീരിയൽസിൽ തന്നെ പ്രോട്ടീനുണ്ട്, നമ്മള് പയർ പരിപ്പ് വർഗ്ഗങ്ങളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, വല്ലപ്പോഴും ഒരിക്കൽ കഴിച്ചാൽ മതി. പക്ഷെ ആസ് ന്യൂട്രീഷനിസ്റ്റ് സൗമ്യ നമ്മൾ എന്താണ് പറയുന്നത്? ഓരോ നേരത്തെ മീലിലും നമ്മൾ ഒരു പ്രോട്ടീൻ ഒരു പോർഷനെങ്കിൽ ആഡ് ചെയ്യണം. ഓൺലി ദെൻ വിൽ ഗെറ്റ് ഇനഫ് പ്രോട്ടീൻ എന്നാണ്. ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ കിട്ടണമെങ്കിൽ ഒരു പ്രോട്ടീൻ സോഴ്സ് എങ്കിലും വേണം. ഞാൻ ഈ ക്വസ്റ്റ്യൻ സാറിനോട് പോയി ചോദിച്ചു. അപ്പൊ സാറ് പറയുന്നത് അതിന്റെ ആവശ്യമില്ലെന്നാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതുമായിട്ട് വാദിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പഠിച്ച സയൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് പ്രോട്ടീൻ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ മില്ലറ്റിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിലും നമുക്ക് ഡെയിലി റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ അത് പറ്റത്തില്ല. അതായത് സീരിയൽസിൽ കുറച്ച് അമിനോ ആസിഡ്സ് ഉണ്ട്, പൾസസിൽ അധികം മിസ്സിംഗ് ആയിട്ടുള്ളതുണ്ട്, തിരിച്ചും വൈസ് വേഴ്സ. അപ്പൊ നമ്മൾ സീരിയൽസും പൾസസും കോമ്പിനേഷൻ, സീരിയൽസ് എന്ന് പറയുമ്പോൾ അരിയാവട്ടെ ഗോതമ്പാവട്ടെ മില്ലറ്റ് ആവട്ടെ ഏതാണെങ്കിലും അതിൽ ചില അമിനോ ആസിഡ്സ് മിസ്സിംഗ് ആണെങ്കിൽ നമുക്ക് ദാലിൽ കൂടുതൽ കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് പ്രോട്ടീൻ ആക്കണമേലെ കോമ്പിനേഷൻ പറയുന്നത്. അപ്പൊ ഡിഫറൻസ് വേറെ ഒന്നും കൊണ്ടല്ല, അവർ ആക്ടിവിസ്റ്റ് ആയതുകൊണ്ട് അറിയാലോ അത് മാത്രമാണെന്ന് പറയും. ആസ് എ ന്യൂട്രീഷനിസ്റ്റ് ഇപ്പോഴെന്നല്ല എവിടെ പോയാലും നമ്മുടെ സയൻസ് പറയുന്നത് അത് തന്നെയാണ്. ഓരോന്നിന്റെയും അതിൻ്റെതായിട്ടുള്ള ഒരു വഴക്കുണ്ടാക്കാനോ ഒരു എന്താണ് ചർച്ചയ്ക്കായിട്ട് പറയുന്നില്ല. ഞാൻ വിശ്വസിക്കുന്ന കാര്യം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഞാൻ മില്ലറ്റിന്റെ ബുക്ക് ഇറക്കിയാലും 3 നേരം ഞാൻ മില്ലറ്റ് മാത്രമല്ല കഴിക്കുന്നത്. പലരും ചോദിക്കും ഉമ്മ ഇപ്പൊ മില്ലറ്റ് മാത്രമേ കഴിക്കാറുള്ളൂ. അങ്ങനെയല്ല, ഞാൻ എല്ലാ ഗ്രെയിൻസ്, എനിക്ക് എന്താണ് ഗോതമ്പിന്റെ ഗ്ലൂട്ടൻ അലർജി ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു പേഷ്യന്റ് വരുവാണ് അവർക്ക് ഗ്ലൂട്ടൻ അലർജി ആണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരോട് ഞാൻ പറയും ഗോതമ്പ് കഴിക്കരുതെന്ന്. പക്ഷെ അലർജി ഇല്ലാത്ത ഒരാൾ കഴിക്കാം. പിന്നെ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇപ്പൊ നോർത്തിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ കൂടുതൽ ഗോതമ്പായിരിക്കും, അരി അധികം കഴിക്കത്തില്ല. അപ്പൊ നമ്മുടെ ലൊക്കാലിറ്റിയിൽ വെച്ചിട്ട് ഏതാണ് നമുക്ക് ബെസ്റ്റ് അത് കഴിക്കണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ആളാണ്. അത് ഇവിടെയാണെങ്കിൽ എവിടെ വെച്ച് എനിക്ക് പറയാനൊരു പ്രശ്നമില്ല. കൊച്ചു കുട്ടികളെ ഒരു ആഹാരം കഴിച്ചിരുന്നെങ്കിലും ഈ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാതെ പറ്റില്ല. കാരണം മില്ലറ്റ്സ് വെച്ച് മാത്രം ഒരു ആഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിന് അക്സെപ്റ്റൻസ് കുറയും. ഇപ്പൊ തുടക്കത്തിൽ ഇങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുവന്ന് അവരെ അതിനെ ആ രുചി പഠിപ്പിച്ചതിന് ശേഷം നമുക്ക് മില്ലറ്റ്സ് മാത്രമുള്ള ആഹാരത്തിലേക്ക് മൂവ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ തുടക്കക്കാർക്ക് ഒരിക്കലും ഒരു മില്ലറ്റിന്റെ ദോശ അല്ലെങ്കിൽ മില്ലറ്റിന്റെ ഇടിയപ്പം കൊടുത്താലും അവർ കഴിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അത് മനസ്സിലാക്കി, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഹെൽത്തിനെ പറ്റി അവയർനെസ് ഉള്ള ഒരാൾക്കാണെങ്കിൽ ഇത് മാർക്കറ്റിംഗ് വളരെ എളുപ്പമായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഒരു ന്യൂ കമ്മർ, ഒരു ചെറിയ കുട്ടിക്ക് ഹെൽത്തിനെ പറ്റിയുള്ള ആസ്പെക്ട് അല്ല, അവർക്ക് രുചിയെ പറ്റിയുള്ള ആസ്പെക്റ്റ് ആണ്. അല്ലെ അട്രാക്ഷൻ ആൻഡ് ടേസ്റ്റ്, ഇത് രണ്ടും മാത്രം ചിന്തിക്കുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാക്കാനും അത് പ്രായോഗികത്തിൽ കൊണ്ടുവരാനും പ്രയാസമാണ്. നമ്മൾ ഉമ്മ ഇവിടെ പറഞ്ഞ പോലെ ഈ റേഷ്യോ ഫോളോ ചെയ്യാനാണ് എളുപ്പം. കാരണം ഏതൊരു വ്യക്തിക്കും ടേസ്റ്റ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഫാക്ടർ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത്. 3000-ഓളം ഫൈറ്റോ കെമിക്കൽസ് പല ആഹാര വസ്തുക്കളിലും ആയിട്ട് നിരന്ന് കിടക്കുകയാണ്. നമുക്ക് ഒരു ആഹാരം തന്നെ കഴിച്ചാൽ എല്ലാ ന്യൂട്രിയൻസും കിട്ടില്ല. അപ്പൊ സീരിയൽസിലെ ലോ ആയിട്ടുള്ള ലൈസിൻ, അതിനെ മെത്തിയോണൈൻ നമുക്ക് പൾസസിലും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ, സീരിയൽസും പൾസസും ഉള്ള കോമ്പിനേഷൻ ആണ് ന്യൂട്രീഷണലി നമുക്ക് ഗുണം ചെയ്യുന്നത്. ഈ ഒരു കോമ്പിനേഷൻ മീലാണ് എപ്പോഴും നല്ലത്. എല്ലാ ആഹാരവും എല്ലാവരും കഴിക്കണം. അതിന്റെ കൂടെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക, കഴിക്കുന്ന ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ. കാരണം നമ്മുടെ ശരീരത്തിലെ ലിവറും മറ്റ് അവയവങ്ങളുമാണ് ഇതെല്ലാം കൊളസ്ട്രോളായിട്ട് മറ്റു കാര്യങ്ങളുമായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, നമ്മൾ ആഹാരം പാചകം ചെയ്യുന്ന രീതിയും മാറ്റുക. വറുത്തും പൊരിച്ചും കരിച്ചും കഴിക്കാതെ കുറച്ച് ആവിയിൽ വേവിച്ചതും അങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി അതിന് ഗുണപ്രദമാകും. നമ്മുടെ ന്യൂട്രീഷൻ്റെ തന്നെ കാർഡിനൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് 1 is balance, 2 is moderation and 3 is variety. ഈ 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ്. ഇവിടെ 2 സ്കൂൾ ഓഫ് തോട്ടാണ്. നമ്മൾ സാധാരണ നമ്മുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാനും ഒബിസിറ്റി പ്രിവെൻറ്റ് ചെയ്യാനും ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനും എല്ലാമുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടും. അവിടെ ഖാദർവാലി സാറിൻ്റെത് അതൊരു തെറാപ്യൂട്ടിക് വേ ആണ്. ആ ഒരു വ്യത്യാസമുണ്ട്. തെറാപ്യൂട്ടിക് വേയിൽ നമുക്കിപ്പോൾ അറിയാം, നാച്ചുറോപ്പതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ബെനിഫിറ്റ്സും ഉണ്ട്. പക്ഷേ തിരിച്ചു വന്നു കഴിഞ്ഞ് നമ്മൾ നോർമൽ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും
പഴയപടിയാകുന്നു. അതുകൊണ്ട് ഒരു നോർമൽ ആൾക്കാർക്കെല്ലാം അത് ഇൻക്ലൂഡ് ചെയ്ത് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. അത് ഒരു തെറാപ്യൂട്ടിക് വേയിൽ അസുഖങ്ങൾ കുറയ്ക്കാനും ആർത്രൈറ്റിസ് കുറയ്ക്കാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഈവൻ റീപ്രൊഡക്റ്റീവ് പ്രോബ്ലംസ് കൺട്രോൾ ചെയ്യാനും എല്ലാം അത് മാത്രമായിട്ട് പ്രത്യേകം തന്നെ പറയുന്നില്ല. ആ ഒരു ഡിഫറൻസ്. കോമൺ പബ്ലിക്കിനും അതുപോലെ അക്കാഡമിക്കലി ആണെങ്കിലും ഒക്കെ ഞങ്ങൾ സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ബുക്ക് എഴുതിയിരിക്കുന്നത്. എല്ലാം റെഫറൻസോട് കൂടിയ സ്റ്റഡീസ് തന്നെയാണ്. സാധാരണഗതിയിൽ ഫൈബർ വളരെ കുറഞ്ഞത്, നാരുകൾ വളരെ കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഒരു ദിവസം പോയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മില്ലറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വയറ് രോഗം ഗട്ടിന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ പേഷ്യൻസ് വന്നിട്ടുമുണ്ട് നമ്മുടെ അടുത്തോട്ട്. അപ്പൊ അങ്ങനെയുള്ള നീക്കങ്ങളെക്കാൾ നല്ലത് വളരെ പതുക്കെ പതുക്കെ നമ്മൾ ഇതിലേക്ക് പോവാം. പിന്നെ മില്ലറ്റുകൾ എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യം വരുന്നു എന്ന് വെച്ചാൽ, രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം എൻവയോൺമെന്റൽ എന്നുള്ളതാണ്. അതായത് മേ ബി നമ്മുടെ ടെമ്പറേച്ചർ ഒക്കെ റൈസ് ആയി കഴിയുമ്പോൾ റൈസും ബീറ്റും ഒക്കെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ തന്നെ നിന്നു പോകുന്ന ഒരു സാഹചര്യം ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലോകം ഇന്ന്. അങ്ങനെ ഉള്ളപ്പോഴും വളരെ ഒട്ടും വെള്ളം വേണ്ട, ഒട്ടും സൺലൈറ്റ് ഒക്കെ ഇല്ലെങ്കിലും വളർന്നു പോകുന്ന ഒരു കാട്ടുചെടി അല്ലെങ്കിൽ പുല്ല് വളരുന്ന പോലെ വളരെ വേഗം മില്ലറ്റുകൾ വളരും എന്നുള്ളതും ഇതിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊരു കാരണമാണ്. അതൊക്കെ കൊണ്ടാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് തന്നെ വന്നത്. അപ്പൊ അങ്ങനെ ഒരു കാലം നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു മുന്നോടിയായിട്ട് ഇത് നമ്മൾ ഇപ്പോഴേ ചെയ്ത് ശീലിച്ച് തുടങ്ങുക. കൾട്ടിവേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഉപയോഗമാണെങ്കിലും ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനാണ് നമ്മൾ ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. താങ്ക് യു.